കൊച്ചിയുടെ വികസന മുഖത്തിന് ഭംഗിയേകാൻ വല്ലാർപാടം ടെർമിനൽ പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയപ്പോഴേ ഭരണാധികാരികൾ മൂലംപിള്ളിയുടെ വിധിയും പുനർനിർണയിച്ചു. പദ്ധതിക്ക് വേണ്ടി സ്ഥലം വിടാൻ ആവശ്യപ്പെടുക, അല്ലാത്തപക്ഷം നിർബന്ധപൂർവം കുടിയൊഴിപ്പിക്കുക. ഇതായിരുന്നു പോംവഴി. പദ്ധതി വരുന്നതോടെ വാങ്ങിക്കൂട്ടിയിട്ടിരിക്കുന്ന ഭൂമി വൻവിലയ്ക്ക് വിൽക്കണമെങ്കിൽ മൂലംപിള്ളി തടസ്സമാകരുതെന്ന് വൻകിട റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരും ധരിച്ചു. ഭരണകൂടം കൂടി ഒത്തുചേർന്നതോടെ മൂലംപിള്ളി ആടിയുലഞ്ഞു. ഭൂമി ഏറ്റെടുക്കാനായി പലരിൽ നിന്നും നിർബന്ധപൂർവം അധികൃതർ ആദ്യം തന്നെ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങി. മുഖവില 55,000 രൂപ തരാമെന്ന വേണ്ടി കല്ലിട്ട് തിരിച്ചിരിക്കുന്ന എന്റെ കണയന്നൂർ താലൂക്ക് കടമക്കുടി വില്ലേജ് സർവേ 531-3-ൽപ്പെട്ട ഉദ്ദേശം 10.20 സ്ഥലവും സ്ഥലം ഭാഗമാണ്. ഇത് മൊത്ത സ്ഥലത്തിന് എഴുതിയേക്കണം. 10-20 സ്ഥലം ഭാഗവും വീട് അതിലുള്ള സകല ആറാഴ്ചകളും പ്രത്യേകം ചേർത്തിരിക്കുന്നു. 1894 കേന്ദ്ര സ്ഥലമെടുപ്പ് നിയമത്തിലെ 1961 കേരള സർവേ അതിനിടയായ നിയമത്തിലെയും വ്യവസ്ഥകൾക്ക് വിധേയമായി ഞാൻ കേരള സർക്കാരിലേക്ക് മുൻകൂറായി ഇതിനാൽ വിട്ടൊഴിഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ ഒപ്പുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. എൻ്റെ അച്ഛനാ ആദ്യം മരിച്ച് ഈ സ്ഥലം പോണേ. ഇനിയൊരു കൂട്ടിക്കിഴിക്കലിന് പോകാത്ത രീതിയിൽ ഒരു വാങ്ങൽ കരാർ. ഇവിടുത്തെ ഭൂമിയുടെ കമ്പോള വില സെന്റിന് 3-4 ലക്ഷം രൂപയായിരിക്കെയാണ് അധികാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി പലരും രേഖകൾ ഒപ്പിട്ട് നൽകിയത്. ഒരുപക്ഷെ അവർ അവരുടെ ഹൃദയം തന്നെയായിരുന്നു മുറിച്ചു നൽകിയത്. ഒപ്പിടാൻ സമ്മതിക്കാത്തവരെ ഭീഷണിപ്പെടുത്താൻ നോക്കി. പലരും വഴങ്ങിയില്ല. ഒടുവിൽ ബലപ്രയോഗം മാത്രമായി അധികാരികളുടെ മുന്നിലുള്ള പോംവഴി. ചോരയും നീരും വിയർപ്പാക്കി വർഷങ്ങളായി നെയ്തുണ്ടാക്കിയ സ്വപ്നം കൂറ്റൻ ബുൾഡോസറിന്റെ പല്ലുകളിൽ മുറിഞ്ഞു വീണു. മനുഷ്യരാണോ സ്ത്രീകളെ വരണം? നിങ്ങൾക്ക് എന്തിനോ എന്നെ കൊന്നിട്ട് പോയിരുന്നല്ലോ. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ മാത്രമല്ല പട്ടാളം കേട്ട് നിങ്ങൾ കൊത്തി കൊല്ലാനാ.
അയിൽപൊളിക്ക് അമ്മ നീங்க എന്ത് വൃത്തിയാണ് ഉദ്യോഗസ്ഥരാ എന്ത് ഉദ്യോഗസ്ഥരാ ഇനി അത്രയൊക്കെ വൃത്തിയുടെ പ്രവർത്തനം അല്ലേ? നിങ്ങൾക്കറിയാൻ പറഞ്ഞത് ഒരു കുടുംബം കെട്ടിപ്പിടിക്കാത്ത വിഷമം അധ്വാനം ഒരു മനുഷ്യന്റെ ആയത്തല്ലേ ഈ പുള്ളിക്കാൻ പറഞ്ഞ അതല്ലേ നിങ്ങൾ മനുഷ്യന്റെ കുടുംബം അല്ലേ അല്ലേ നിങ്ങൾ ഈ പാകവും ഈ പ്രായമായപ്പോ എന്ത് ചെയ്യും? നിങ്ങൾക്കൊക്കെ അമ്മ പെങ്ങന്മാരുള്ളതല്ലേ? നിങ്ങൾ എന്റെ പ്രാർത്ഥന ഒന്ന് നിങ്ങൾ കേക്ക്. ഞാൻ ഈ ആരെങ്കിലും എന്നെ കേട്ട് കിടത്തുക ഈ സ്ഥിതി അനുസരിച്ച് ഒരൊറ്റ മനുഷ്യനും എന്നെ കിടത്തൂല. അതുകൊണ്ടിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്നും എനിക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചെടുക്കുക. എനിക്ക് പറയാൻ പറ്റണില്ല. രാവിലെ സ്കൂളിൽ പോയി വന്ന കുട്ടികൾ വൈകിട്ട് വീടിന്റെ സ്ഥാനത്ത് കണ്ടത് മൺകൂനകളായിരുന്നു. വീട്ടുപകരണങ്ങൾ തൊട്ട് പാഠപുസ്തകങ്ങൾ വരെ ബുൾഡോസറിന്റെ തേരോട്ടത്തിൽ ഇല്ലാതായി. ഈ നടുക്കുന്ന ഓർമ്മകൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോകുന്നില്ല. അവ മുറിപ്പാടുകളായി തന്നെ അവശേഷിക്കുന്നു. ഞാൻ സ്കൂളിൽ നിന്നപ്പോൾ വീടിനുള്ളിൽ മേശയുടെ ഉള്ളിൽ വെച്ച പുസ്തകങ്ങളൊക്കെ കാണാനില്ല. അപ്പം മമ്മി പറഞ്ഞ് അതൊക്കെ എടുത്തുകൊണ്ടിരുന്നു. കുറേ ചേട്ടന്മാർ പോലീസുകാരൊക്കെ വന്ന് എടുത്തുകൊണ്ടുപോയി. ജനയുടെ വാതിലൊക്കെ പൊളിച്ചുകൊണ്ടുപോയി. പിന്നെ അവർ രണ്ടാമതും വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി. ഒപ്പിടാൻ പറഞ്ഞു അമ്മേനോടൊക്കെ. അപ്പൊ ഒപ്പിട്ടില്ല. അപ്പൊ അവർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി. രാജ്യത്തെ ഏക കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായി രൂപം കൊണ്ട വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തോടടുക്കുമ്പോഴാണ് വളർച്ചയുടെ കാര്യത്തിൽ ടെർമിനൽ പിന്നോട്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് അഥവാ ചരക്ക് കപ്പൽ മാറ്റം എന്ന സൗകര്യം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് വെറും 3.5 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയെ തുറമുഖത്തിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായി മാറിയതോടെ ഇത് 7.25 ലക്ഷമാകുമെന്നായിരുന്നു കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെയും ടെർമിനലിന്റെ നടത്തിപ്പുകാരായ DP വേൾഡിന്റെയും പ്രതീക്ഷ. അതായത് പ്രതീക്ഷിച്ചിരുന്നത് 100%-ലധികം വളർച്ച. എന്നാൽ പ്രവർത്തനം ആരംഭിച്ച് 8 മാസം പിന്നിടുമ്പോൾ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി 7% വളർച്ച മാത്രമാണ് ടെർമിനലിനുണ്ടായിരിക്കുന്നത് എന്ന് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നൽകുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. 2011 നവംബർ മാസം മാത്രം നോക്കിയാൽ ടെർമിനലിന്റെ വളർച്ചാ നിരക്ക് 5% പിന്നോട്ട് പോയതായി കാണാം. നവംബറിലെ ആദ്യ 3 ആഴ്ചയിൽ ഇത് 20% വരെ പിന്നോട്ടായിരുന്നു എന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന കേന്ദ്രമന്ത്രിമാരുടെ ഉറപ്പും പാഴ്വാക്കായി. അതേസമയം രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതിയായി മാറിയ വല്ലാർപാടം ടെർമിനൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കോപ്പുകുത്തുന്നതായി തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യയിലെ മൊത്തം കണ്ടെയ്നറുകളുടെ 40%-ലധികം കൈകാര്യം ചെയ്യുന്ന സമീപ തുറമുഖമായ കൊളംബോയിൽ പുതിയ കണ്ടെയ്നർ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മിഥുൻ സുരേന്ദ്രൻ, ഇന്ത്യ വിഷൻ, കൊച്ചി. ഇതായിരുന്നു എൻ്റെ സ്ഥലവും വീടും ഇതായിരുന്നു. ആ വീട് പൊളിച്ചതിന് ശേഷം ഇപ്പോൾ എനിക്ക് അവസാനം വന്നപ്പോൾ എനിക്കിപ്പോൾ സ്ഥലവും ഇല്ല, വീടും ഇല്ലാതെയായി. ഇനി ഇത് കിട്ടിയിട്ട് വേണം എനിക്കൊരു വീട് വയ്ക്കുകയോ കിടക്കുകയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. ഭാഗം എൻ്റെ വീട് ഇരുന്നിട്ട് ഭാഗമാണ്.
അതിനുശേഷം ബാക്കി വന്ന ഒരു തുണ്ട് ഭൂമിയാണിത്. ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇതിന് യാതൊരു നഷ്ടപരിഹാരമോ ഒന്നും തന്നെ തന്നിട്ടില്ല. അതേപോലെ തന്നെ പലർക്കും ഇതേപോലെ ഉപയോഗശൂന്യമായ കുറേ ഭൂമികളുണ്ട്. ഈ വല്ലാർപാടം പ്രോജക്റ്റിന് വേണ്ടി കുടിയേൽപ്പിക്കപ്പെട്ട 316 കുടുംബങ്ങളിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അതിൽ ചില ആളുകൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. നിസ്സഹായരായ ജനങ്ങളെ അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് വളരെ നിർദ്ദയമായി ക്രൂരമായി കുടിയിറക്കിയ സംഭവത്തിൻ്റെ 4ാം വാർഷികമാണ് ഇന്ന്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ, നമ്മെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ള ആളുകൾ ജീവിതത്തിൽ നിന്നും പറിച്ചെറിയപ്പെട്ടിട്ട് അവർക്ക് മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് സർക്കാർ അംഗീകരിച്ചിട്ടും അത് യാഥാർത്ഥ്യമാകാത്ത അവസ്ഥ ജനാധിപത്യ ഭരണ സംവിധാനത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കാലാകാലങ്ങളായി കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട് 10,000-ഓളം തൊഴിലാളികൾ നേരിട്ട് പണിയെടുക്കുന്നുണ്ട്. അതിൽ 3000-ത്തിനടുത്തുള്ളവർ ഈ അവിടുത്തെ ചുമട്ട് തൊഴിലാളി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുണ്ട്. 3000 പേര് നേരിട്ടുള്ളത്. പിന്നെ ഈ കണ്ടെയ്നർ ബോക്സ് കൊണ്ടുപോയി പൊളിച്ച് അതിൽ സാധനം എടുക്കുന്ന CFSകൾ, അടുത്ത പ്രദേശങ്ങളിലുള്ള CFSകളെല്ലാം തന്നെ ഈ കൊച്ചിൻ പോർട്ടിനുള്ളിൽ CFS പ്രവർത്തിക്കുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വേറെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് പണിയുണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റ സുപ്രഭാതത്തിൽ അടഞ്ഞുപോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി, പശ്ചിമ കൊച്ചിയുടെ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളെ പണി അവര് ഇപ്പം കണ്ടെയ്നർ അവിടെ ഇറങ്ങുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും ആത്യന്തികമായ ഫലമായിട്ടുണ്ടായത്. പിന്നെയോ നമ്മുടെ പൊതുമേഖലയിലുള്ള തുറമുഖത്തിന്റെ കയ്യിലിരിക്കുമ്പോൾ ഈ കണ്ടെയ്നർ മുഴുവൻ കസ്റ്റംസ് പരിശോധിച്ച് സീൽ ചെയ്തിട്ട് മാത്രമേ കപ്പലിൽ കയറ്റാൻ പറ്റുള്ളൂ. ഏറ്റവും അത്ഭുതകരമായ കാര്യം, രാജ്യത്തെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത സാമ്പത്തിക മേഖല സെസ്, മാരിടൈം, രാജ്യത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മാരിടൈം സെസ് ഇതാ വല്ലാർപാടം ICTT. ഈ വല്ലാർപാടം ICTTയിൽ കസ്റ്റംസ് പരിശോധനയ്ക്ക് പോലും ഇന്ത്യൻ അധികൃതർ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കസ്റ്റംസ് അധികൃതർ അവർ കയറ്റുന്നില്ല. ഇതുവരെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചി തുറമുഖത്ത് ഈ കപ്പൽ വരുമ്പം കപ്പൽ കെട്ടുന്നവരുണ്ട്. ലാഷിങ് അൺലാഷിങ് എന്ന് പറയും. കപ്പലിലെ കണ്ടെയ്നർ കയറ്റി കെട്ടും, അത് അടുക്കി കെട്ടുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ളവരുണ്ട് ലാഷിങ് അൺലാഷിങ് തൊഴിലാളികൾ. അവർക്ക് കിട്ടിയിരുന്ന ശമ്പളം 25,000 35,000 ഒക്കെ അവിടെ പ്രവർത്തിച്ചിരുന്നവർ. അവരെ മുഴുവൻ പിരിച്ചുവിട്ടു. അവർക്കെല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുത്ത് പിരിച്ചു. ഇപ്പം വല്ലാർപാടത്ത് പണിയെടുക്കുന്നവർ മുഴുവൻ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഭാഗത്തുനിന്ന് വരുന്നവർ, ഉത്തരേന്ത്യക്കാരെ കൊണ്ടുവന്ന് ഒരു കോൺട്രാക്ട് ആയിട്ട് ചെയ്യും. അവരുടെ ശമ്പളം 10,000 താഴെ. പിന്നെ കുറച്ച് ചപ്പാത്തിയും പരിപ്പും. ഇപ്പം അടിയന്തരമായി ഇപ്പം ഗവൺമെന്റ് ഇവർ ചെയ്യാൻ പോകുന്നത്, ഇപ്പം കൊച്ചി തുറമുഖത്തിന്റെ കീഴിൽ നിലവിലുള്ള വർക്ക്ഷോപ്പ്, ലോകത്തിലെ തന്നെ ഏറ്റവും വിലമതിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്, അത് പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിക്കാൻ പോവാം. ഉള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം വിറ്റ് കാശാക്കാൻ പോവാം. ആശുപത്രി കൈമാറാൻ പോവാം. അങ്ങനെ എല്ലാ ബർത്തുകൾ ഇതൊക്കെ കൈമാറും. ഇങ്ങനെ പരിപൂർണമായി സ്വകാര്യവൽക്കരണം നടക്കുക. കഴിഞ്ഞ ഏതാണ്ട് 100 വർഷത്തോളം നമ്മുടെ ഖജനാവിലേക്ക് പണം സംഭാവന ചെയ്തിരുന്ന, ധനം സമ്പാദന ചെയ്തിരുന്ന
തുറമുഖം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന പരിപാടി. ഇപ്പം ആ ഹാർബർ ഓഫീസ്, അതായത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ്റെ ഓഫീസ് മാത്രം മതി ഇനി പോർട്ടിനെ എന്നുള്ള സ്ഥിതിയാണ്. ഇത് നമ്മുടെ ഇവിടം കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന മുഴുവൻ വ്യവസായത്തെ, വ്യാപാരത്തെ എല്ലാം മതി. കൊല്ലത്തു നിന്ന് കശുവണ്ടി ഇങ്ങോട്ട് വരുമായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ കൊച്ചി തുറമുഖത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരുന്ന കൊല്ലത്തു നിന്ന് കശുവണ്ടി, അത് മുഴുവൻ തൂത്തുക്കുടിയിലേക്ക്, മുഴുവൻ കേരളത്തിൽ നിന്ന് പോയി തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖം വഴിയാണ് പോകുന്നത്. മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് കോഫി വരുമായിരുന്നു. ഈ കുടകിൽ നിന്ന് മറ്റുള്ള കോഫി മുഴുവൻ അവിടുന്ന്, അത് മുഴുവൻ ഇപ്പം മംഗലാപുരം കോഫി നമുക്ക് ഇങ്ങോട്ട് വരുന്നില്ല. കാരണം ഇവിടുത്തെ ഈ വല്ലാർപാടം പദ്ധതി വന്നിട്ട് ICGT വരുമ്പോൾ ചാർജ് കുറയുമെന്ന് പറഞ്ഞതിന് പകരം കൂടുകയത്. പിന്നെ ഇതിന് രാജ്യദ്രോഹകരമായൊരു നിലപാടുണ്ട്. ആരൊക്കെയോ കൂടി ഇത് ചെയ്തത് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു പൊതുമേഖലയിലുള്ള തുറമുഖം പ്രവർത്തിക്കുന്നതാണോ നമുക്ക് ലാഭം, അതോ മറ്റൊരു DP വേൾഡ് എന്ന് പറയുന്ന ഒരു വലിയ അധികായനായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കരാറുണ്ടാക്കിയിട്ട് തുറമുഖം തുടങ്ങുന്നതാണോ ലാഭകരം? ഇപ്പൊ നേരിട്ട് കൊച്ചിൻ പോർട്ടിന് കിട്ടിയിരുന്ന ആ ധനമെല്ലാം നഷ്ടപ്പെടും. ഇപ്പൊ കൊച്ചിൻ പോർട്ടിന് ഒരു പൈസയുടെ വരുമാനമില്ല. ഈ കരാറിൽ തന്നെ വളരെ ഗുരുതരമായ ഇതുണ്ട്. അതിൽ കരാറിൽ തന്നെ പറയുന്നുണ്ട്. അത് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ഒരു വട്ടം ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രവീന്ദ്രൻ ബെഞ്ച് അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെട്ടതാണ്. അതായത് ആ കരാറിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് വെച്ചാൽ ഇന്ത്യൻ തീരങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കാമെന്ന് ഈ കരാറിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇന്ത്യൻ തീരങ്ങളിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ പഴയ കൊച്ചിൻ പോർട്ടിൽ തന്നെ പ്രവർത്തിപ്പിക്കാം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. അതിന് പോലും ഗവൺമെന്റ് ശ്രമിച്ചില്ല. പരിണിതഫലമായി ഇനി കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്ന സ്ഥാപനം ഒരിക്കലും സസ്റ്റൈനബിൾ ആയിട്ട്, അതായത് ലാഭകരമായി പ്രവർത്തിപ്പിച്ച് പോകാൻ പറ്റില്ല. മുഴുവൻ തൊഴിലാളികൾക്കും ഒരു ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കൊടുത്തു പിരിച്ചുവിടുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. എല്ലാ തരത്തിലും കൊച്ചിൻ പോർട്ട് താഴോട്ട് പോയി. ഇന്ന് അവിടെ ഈ ആളൊഴിഞ്ഞൊരു പ്രേത നഗരത്തിന്റെ അന്തരീക്ഷത്തിലേക്കായി കാര്യം. സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ചെമ്മിക്കെട്ടുകളിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മുഴുവനും പണിയെടുത്തതെന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് ഇന്നിപ്പം അതുകൊണ്ടിട്ട് ഒരു ഉപകാരമില്ലാണ്ടായി, ഒരു പണിയെടുക്കാൻ കഴിയാതെ 10 പൈസ കിട്ടാത്ത മാർഗമായി. ഇപ്പൊ ചെമ്മിക്കെട്ടിലൊക്കെ മോശമാണ്. ഞാൻ ചെമ്മിക്കെട്ട് നടത്തുന്ന ആളാണ്. ഇപ്പൊ ചെമ്മിക്കെട്ട് എടുത്തിട്ട് ഈ കൊല്ലം എനിക്കൊരു 10,000 പോലും കിട്ടിയിട്ടില്ല. അത്രയും മോശമാണ്. ഇവര് മറ്റുള്ള ചെമ്മീനും മീനും നശിപ്പാ വരുന്നത്. ബോറിയുന്ന ചെളി കംപ്ലീറ്റ് മെറ്റൽ ടൈറ്റ് എന്നും പറഞ്ഞിട്ട് സാധനം കളിയാണത്. ഇറക്കിയിട്ട് മെറ്റൽ അതിന്റെ ഉള്ളിലേക്ക് പോകണം. അപ്പൊ ഈ ബോർ ചെയ്ത് വരുന്ന ചെളികൾ മുഴുവനും തള്ളണത് ഇവർക്ക് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എഗ്രിമെന്റ് വെച്ചേക്കണമെന്ന് നമ്മളോട് പറഞ്ഞേക്കണത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ചെളി ബോർ ഇത് എടുക്കുന്ന ചെളി കൊണ്ട് പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്നുള്ളതാണ്. അത് സർക്കാർ ഇവിടെ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇത് കോണ്ടാക്ട് എടുത്തേക്കുന്ന ആൾക്കാർ ആരും അതിന്റെ ആയിട്ട് ചെയ്യണില്ല. എല്ലാം അവർക്ക് എളുപ്പമായിട്ട് പുഴയിലേക്ക് തള്ളിവിടുന്നത്. ഈ പുഴയിലേക്ക് തള്ളിവിടുന്ന ഈ ബോറിങ് ചെളിയാണ് വന്ന് അടിഞ്ഞ് ഇപ്പൊ ഇവിടെ കരയായിക്കൊണ്ടിരിക്കണം. ഈ പുഴ ഒരു വല വീശി കഴിഞ്ഞാല് ഒരു 50 കിറ്റ്, 50 പ്ലാസ്റ്റിക് കിറ്റ്, ഒരു 50 കുപ്പി പ്ലാസ്റ്റിക് കുപ്പി, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ ഒരു പണിക്കും പോണില്ല. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നതിന് കിടന്നുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു ചെമ്മിന്റെ പൊടിയില്ല. ഞങ്ങൾ ഓരോ പെരക്കാത്ത ഞങ്ങൾക്ക് എന്തോരം ചെമ്മിനെ പിടിച്ചു വെക്കണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ചെമ്മിനില്ല. ഞങ്ങൾക്ക് എല്ലാ പെണ്ണുങ്ങളും ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കണേണ്. ഞങ്ങൾ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പുഴ വേണം. ഞങ്ങൾ ജീവിക്കുന്ന പുഴ കൊണ്ടാണ്. അപ്പൊ ആ പുഴയില്ലാതെ വന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ പോയി ജീവിക്കും. വലിയ കമ്പനിക്കാർക്കൊക്കെ കൊടുത്ത് അത് കംപ്ലീറ്റ് അവർ നിവർത്തി കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. ഞങ്ങളുടെ വീട്ടിലൊക്കെ അടുത്ത വർഷം വെള്ളം ഒരിക്കുള്ളൂ. ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റൂല. അതുപോലെയാണ് അവിടെയൊക്കെ വന്ന് ഇപ്പൊ അത്രയും ചെളിയാണ് ഞങ്ങളുടെ ഇവിടെ വന്നു കൂടിയേക്കണത്. ഇപ്പൊ തുറമുഖ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് പെട്ടെന്ന് ഇറങ്ങിയാൽ വളരെ വലിയ പ്രതിഷേധം ഉണ്ടാവും ആളുകളുടെ. ആ പ്രതിഷേധത്തെ സപ്രസ് ചെയ്യാനുള്ള ഏക മാർഗം ഇത്തരം ഒരു സുന്ദരമായ ഒരു സ്വപ്നമാണ്. വല്ലാർപാട് ICGT ഈ നാട്ടിലെ ജനങ്ങളുടെ അടുത്തെല്ലാം രാഷ്ട്രീയ പാർട്ടികളും ഈ നാട്ടിലെ എല്ലാവരും പറഞ്ഞത് അത് നാടിന്റെ വികസനത്തിന് ഏറ്റവും പരമപ്രധാനമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് നേട്ടമാണ് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ എന്ത് ഇതാണ് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പറയുന്നത് പോലെ ഈ DP വേൾഡ് ഇന്റർനാഷണൽ ഇതാണെങ്കിലും ഇത് നടത്തുന്ന രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ അതൊക്കെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യ ഗേറ്റ് വേ ടെർമിനൽ അതൊക്കെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ കമ്പനിയാണ്. ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയാണ്.
അല്ലാതെ ഇത് 2 രാജ്യാന്തര കരാറാണെന്ന് ഇന്ത്യൻ ഭരണകൂടം പറഞ്ഞത് തെറ്റായിപ്പോയി. ഇതുവരെ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നത് ദുബായ് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും തമ്മിലുള്ള കരാറാണ്. അല്ല, ഇന്ത്യയിലെ തന്നെ ഒരു കമ്പനി, ഒരു സ്വകാര്യ കമ്പനി, ഒരാൾ തുടങ്ങിയ ഒരു കമ്പനി. പക്ഷെ അതിൽ DP Worldന് ഷെയർ ഉണ്ടെന്നേ ഉള്ളൂ. അതാണ് DP World ഈ ഇന്ത്യ ഗേറ്റ്വേ ടെർമിനൽ എന്നാണ് ഈ വല്ലാർപാട് ICT നടന്ന കമ്പനിയുടെ പേര്. അത് ദുബായ് പോർട്ടിന്റെ ഓഹരി ഇന്ത്യ, അത് മുഴുവൻ ഇന്ത്യ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ്. അല്ലാതെ ഈ രാജ്യാന്തര കരാറൊന്നുമില്ല. ഈ ഇന്ത്യൻ ഭരണകൂടം അതാ പറഞ്ഞു, 2 രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ അങ്ങനെ ലംഘിക്കുമെന്ന് ചോദിച്ചു. ഒരു രാജ്യമായിട്ട് കരാർ വെച്ചിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് ശരിക്കും ഒരു സ്വകാര്യ കമ്പനി എന്നേ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്ക് വേണ്ടി നേരത്തെ തന്നെ ഈ കരാർ പ്രകാരം 4 വർഷം മുമ്പ് തന്നെ രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ അതിൻ്റെ അനുവദിച്ചു കൊടുത്തു. രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ അനുവദിച്ചു കൊടുത്ത് അതുവഴിയായിരുന്നു അവർ കണ്ടെയ്നർ നടത്തിക്കൊണ്ടുവരുന്നത്. ഇന്ത്യ ഗേറ്റ്വേസ് ടെർമിനലായിരുന്നു നടത്തിയിരുന്നത്. ഇന്ന് വല്ലാർപാടത്ത് അവർ മുടക്കിയിരിക്കുന്ന പൈസയുടെ മുഴുവൻ പൈസയും അതിലൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കരാർ പ്രകാരം 4 വർഷം മുമ്പ് തന്നെ ഒരു കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തിപ്പിക്കാനുള്ള അവകാശം അവർക്ക് കൊടുത്തിരുന്നു. രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തിപ്പിച്ചിരുന്നത് ഇതേ DP World ആണ് ആയിരുന്നത്. അവര് അതിനൊരു ഒരു 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 കണക്കുമില്ലായിരുന്നു. ഇവർ ഇത്ര കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് ഇത്ര രൂപ കൊടുക്കണമെന്ന്. പക്ഷെ അതിനൊരു കൃത്യ കണക്കുമില്ലായിരുന്നു. അതിലൂടെ ഉണ്ടാക്കിയ പണം തന്നെയാണ് അവരിവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. അല്ല, അവർ പുറത്തുനിന്നും ഒരു പണം കൊണ്ടുവന്നിട്ടില്ല. റോഡും റെയിലും ഡ്രഡ്ജിങ്ങും എല്ലാം ഇന്ത്യ ഗവൺമെന്റാണ് ചെയ്തു കൊടുത്തത്. പിന്നെന്താ അവർ മുടക്കി? ഈ സ്ഥലവും അനുവദിച്ചു കൊടുത്തു. പിന്നെ അവരെന്ത് മുടക്കിയെന്ന് പറഞ്ഞത് സ്ഥലം കൊടുത്തു. വേറെ ഒന്നും മുടക്കിയിട്ടില്ല. ക്രെയിൻസ് കൊണ്ടുവന്നു, അത് മാത്രമാണ്. ഇത് മാത്രമാണ് സംഭവിച്ചത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന തുറമുഖം പണിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഏക്കർ കണക്കിന് വലിയ കെട്ടിടമൊന്നും പണിയേണ്ട ആവശ്യമൊന്നുമില്ല. തുറമുഖം പണിയാണ്. ഇതാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പൊ ഡ്രഡ്ജിങ്ങിന്റെ പോസ്റ്റ് കൊണ്ട് അവർ വേറെ ചെയ്യണ്ട. അതിപ്പോഴും കൊച്ചിക്കോട്ടാണ്. ഈ സ്ഥലങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഈ പറയുന്ന റോബർട്ട് ബിസ്റ്റോ വലിയ പാറകൾ ആയിരക്കണക്കിന് തൊഴിലാളികളെ കൊണ്ടുവന്ന് അടുക്കിയാണ് ഈ ദ്വീപ് ഉണ്ടാക്കിയെടുത്തത്. അല്ലാതെ ദ്വീപ് തനിയുണ്ടായിരുന്നില്ല, ഇത് മനുഷ്യനിർമ്മിതമായി. ഈ ദ്വീപ് ഉയർത്തിയെടുത്തത് ആയിരക്കണക്കിന് തൊഴിലാളികൾ അന്നത്തെ കാലത്ത് പാറ അടുക്കി ഉണ്ടാക്കിയത്. ഒരു 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 ലക്ഷക്കണക്കിന് മനുഷ്യ പ്രയത്നവും രാജ്യത്തിൻ്റെ ഖജനാവിലെ പണവും ചിലവാക്കി. അത്രയ്ക്ക് ഇതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. റോബർട്ട് ബിഷോ എന്ന് പറയുന്ന ഈ ഹാർബർ ശില്പിയുടെ, ഈ തുറമുഖ ശില്പിയുടെ ദീർഘവീക്ഷണം തന്നെ അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് ശേഷം, 100 വർഷങ്ങൾക്ക് ശേഷം ഈ തുറമുഖം ഈ രാജ്യത്തിൻ്റെ ഖജനാവിൻ്റെ മുഴുവൻ മർമ്മപ്രധാനമായ ഇതാവുകയാണ്. അത് സത്യമായി. പക്ഷെ അതാണ് ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഭരണാധികാരികളില്ല. യാതൊരു വിഷമവും തോന്നില്ല, ആർക്കും ഒരു വിഷമവും തോന്നുന്നു. കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹർ കണ്ടതാണിക്കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ കുളമ്പുകൾ. തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടി ഏറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ. അങ്കമാടി കുതിരയെ വീണ്ടെടുത്ത് അന്നണഞ്ഞു യുഗങ്ങൾ തൻ നായകർ. മണ്ണിൽ നിന്നും പിറന്നവർ, മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാൾ ഈ കുതിരയെ. നേടിയതാണവരോടു ഞാൻ
എന്നിൽ നാടുണർന്നോരു നാളിക്കുതിരയെ ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകില്ലെന്റെ ചൈതന്യബീജികൾ ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകില്ലെന്റെ ചൈതന്യബീജികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ